ഹലോ ഗായ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. ഒരു 5-6 മാസത്തോളം ആയി ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. ഞാൻ ഇപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇപ്പം ഞാൻ മെയിനായിട്ട് വീഡിയോ എല്ലാം ഇടുന്നതിൻ്റെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു മെമ്മറി ആയിട്ട് എപ്പോഴും എനിക്ക് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞങ്ങളുടെ പെരതാമസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച, ഞാനും എൻ്റെ അനിയത്തിയും അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച ഞങ്ങളൊരു സ്വപ്നമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ ട്രാജഡികളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് സഹിച്ചിട്ടൊക്കെ ആണെങ്കിലും അവസാനം ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് നടന്നത്. ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും ഒരുപാട് മുകളിലാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. കാരണം ഞങ്ങൾ ഒരു വീട് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഒരു ചെറിയൊരു വീട്, ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു വീട് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ അതിനേക്കാളിലൊക്കെ ഞങ്ങളുടെ ആഗ്രഹത്തിനേക്കാൾ ഒത്തിരി മുകളിൽ ദൈവം ഞങ്ങൾക്ക് തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഫാമിലിയിലെ എല്ലാവരും, നമ്മളുടെ ബന്ധുക്കളെല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ നടത്തിയത് കേട്ടോ. നമ്മളുടെ ഏറ്റവും ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഇപ്പം അച്ഛനായിക്കോട്ടെ, കണ്ണുചേട്ടനായിക്കോട്ടെ, മീച്ചി ആയിക്കോട്ടെ, ഇവരെല്ലാവരും പുറത്തുള്ള ആൾക്കാരാണ്. എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ പാല് കാച്ചാൻ പോവാണ് ഗൈസ്. അമ്മേൻ്റെയും, അതായത് അച്ചാമ്മേൻ്റെയും അമ്മിച്ചമ്മയുടെയും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ച് ദക്ഷിണ കൊടുത്ത് അച്ചാമ്മയുടെ കയ്യിൽ നിന്ന് പാലിൻ്റെ കലം വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ കത്തിക്കാൻ പോണത്. ശാന്തി കുറേ ചടങ്ങുകളുണ്ടായിരുന്നു. രാവിലെ തന്നെ തുളസി നടുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. പിന്നെ പറ നിറയ്ക്കൽ, അതേപോലെ തന്നെ മെയിൻ ചടങ്ങാണല്ലോ നമ്മുടെ പാല് കാച്ചൽ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും വീട്ടിൽ ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടക്ക് ചിരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ സന്തോഷമായിട്ട് പാല് തിളച്ച് തൂവി. ഇതാണ് ഗൈസ് നമ്മളുടെ വീട് പുറത്തുനിന്നുള്ള ഒരു ലുക്ക് കാണുന്നത്. പുറത്തെല്ലാവരും, നമ്മളുടെ വീട്ടുകാരൊക്കെ എല്ലാവരും പുറത്തിരിക്കുന്നുണ്ട്. എല്ലാവരും അവിടേക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാനപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും വീടിൻ്റെ പുറത്തുനിന്ന് എടുക്കുമായിരുന്നു. ഇതാണ് നമ്മളുടെ വീടിൻ്റെ അകം കേട്ടോ. ഇത് ഹാള്. TV ഒക്കെ ആ സമയത്ത് സെറ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തന്നെ അമ്മ വൈകിട്ട് വിളക്ക് കത്തിച്ച് TV-യിൽ ഫസ്റ്റ് എൻ്റെ കല്യാണ ക്യാസ്റ്റാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ പ്ലേ ചെയ്തത്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ് ഞങ്ങളുടെ ഗുരുവായൂരപ്പൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം വാങ്ങിച്ച് ഞങ്ങൾ വെച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വീട്. പിന്നെ നമ്മൾ തലേന്ന് ദിവസം നമുക്ക് എന്ത് പരിപാടി ആയിക്കോട്ടെ, തലേന്ന് ദിവസം ആഘോഷമായിരിക്കും. അത് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കസിൻസും എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കത് മാക്സിമം നമ്മൾ അടിപൊളിയാക്കാറുണ്ട്. അപ്പോൾ എത്ര ചെറിയ പരിപാടിയാണെങ്കിൽ പോലും നമ്മളത് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് തന്നെ. ചിലർ പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെയായിട്ട് പരിപാടി എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു ഗൈസ്. നമ്മൾ കുറച്ച് നമുക്ക് തലേന്ന് ദിവസത്തെ പരിപാടികളൊക്കെ കാണാം. അച്ഛനാണ് ഗൈസ് പാട്ട് പാടുന്നത്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാനായിട്ട്. അതുപോലെ തന്നെ അച്ഛൻ ഒരിക്കലും അടിച്ചു വിളിക്കുന്നുണ്ട് വീഡിയോയിൽ, ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, എല്ലാവരും കേട്ടോ. ഞങ്ങൾ കസിൻസൊക്കെയാണ് ഈ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കുറേ പേര്. അവരുടെ വീഡിയോസ് അധികം കിട്ടിയിട്ടില്ല. എൻ്റെ കയ്യിലുള്ള ക്ലിപ്സൊക്കെയാണ് ഞാനിവിടെ ആഡാക്കിയിട്ടുള്ളത്.
बता दे, मैं उससे मिलूंगा, एक बार मिला दे, यार मिला दे।